ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സൂപ്പേ ഹെൽത്തിയാണ്, എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ തയ്യാറാക്കുമ്പോൾ അതൊന്നുകൂടി ഹെൽത്തി ആയിരിക്കും. വരൂ, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സൂപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്കിതിനാവശ്യമായ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പീസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. ഇനി ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ചതുര കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇത് ഞാൻ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു വലുപ്പത്തിലുള്ള പീസ് ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പച്ചമുളക് കൂടി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്വീറ്റ് കോൺ വേവിച്ചിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്തതാണ്. നിങ്ങൾക്ക് ഫ്രോസൺ കോൺ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കൂടാതെ ഞാനൊരു തക്കാളി മിക്സിയിലൊന്ന് ഫൈനായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കുന്നത് റാഗി സൂപ്പാണല്ലോ, അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് 3 ഹീപ്പ് ചെയ്ത് ടീസ്പൂൺ റാഗി എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാവേ. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റാം. ഇനി സൂപ്പ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അതിലോട്ട് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒട്ടും ഓയിൽ ചേർക്കാതെയാണ് ഈ സൂപ്പ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഓയിൽ ഒഴിച്ച് ഒന്നും വഴറ്റി എടുക്കുന്നില്ല. ഡയറക്റ്റ് ഈ വെള്ളത്തിലോട്ട് തന്നെ വെജിറ്റബിൾസൊക്കെ ഇട്ട് വെജിറ്റബിൾ സ്റ്റോക്ക് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റൗ കത്തിച്ച് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ചേർക്കുന്നുണ്ട്. കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ ഫ്ലേവറൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ബാക്കി വെജിറ്റബിൾസായ ക്യാരറ്റും ക്യാബേജ് കട്ട് ചെയ്തതും കൂടി ചേർക്കാം. ക്യാബേജ് കട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, വിട്ടുപോയതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണേ. ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളിയും മാറ്റി വെച്ച സ്വീറ്റ് കോണും ഇല്ലേ, അത് ഈ സമയം ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത പട്ടയില്ലേ, അത് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. കൂടുതൽ ഫ്ലേവർ ആയി കഴിഞ്ഞാൽ ഒരു കുത്തുന്ന ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾക്കിത് എടുത്ത് മാറ്റാം. ഇതൊരു 2-3 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിലൊന്ന് തിളച്ച് വരണം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച റാഗി ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പ് പാകത്തിന് തിക്കായി കിട്ടുകയും ചെയ്യും, നല്ല ഹെൽത്തി ആയിട്ട് മാറുകയും ചെയ്യും. ഈ റാഗി മിക്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ, അതല്ലെങ്കിൽ കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിലോട്ട് നമ്മൾ അഡീഷണൽ സോസസോ വിനീഗറോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ചെറിയ പുളി വേണോ എന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ചെറുനാരങ്ങ നീര് ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ടൊമാറ്റോ പേസ്റ്റാക്കി ചേർത്തത് കൊണ്ട് തന്നെ ചെറിയൊരു പുളിപ്പ് രസം ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ പച്ചമുളക് ചേർത്തുകൊണ്ട് തന്നെ പാകത്തിന് എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അഡീഷണലി കുരുമുളക് പൊടിയൊന്നും ചേർക്കാത്തത്. ഇനി ഇത് 1-2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളച്ച് പാകത്തിന് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക്, പ്രമേഹ രോഗം, ബ്ലഡ് പ്രഷർ, അതുപോലെ തടി കുറയ്ക്കാൻ നോക്കുന്നവർക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ് ഇത്. രാത്രി ഡിന്നറിന് ഈ ഒരു റാഗി സൂപ്പ് ശീലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കൂടാതെ ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ് ഇത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പാകത്തിന് തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ കൂടി റാഗി എടുത്താൽ മതിയേ. ഇപ്പോൾ എനിക്കിതെന്തായാലും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. എല്ലാവരും ഇങ്ങനെ ഒരു സൂപ്പ് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. വളരെ ഹെൽത്തി ആയൊരു സൂപ്പാണിത്. റാഗിയുടെ ഗുണങ്ങളെ പറ്റി ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്